വൈകിട്ട് കോളേജ് വിട്ട് വരുന്ന വഴി കുറച്ച് പിള്ളേർ സാറേ ദൃശ്യം 3 100 കോടി അടിച്ചു. ഞാനും ശരി ആയിക്കോട്ടെ നല്ല കാര്യം. തൊട്ടടുത്ത ഡയലോഗ് സാർക്ക് എത്ര കിട്ടിയത്? ഞാൻ ഒരു സെക്കൻഡിലേക്ക് ഞാനൊന്ന് സ്റ്റക്കായിപ്പോയി. ഇതാണ് ഇപ്പോഴത്തെ എല്ലാവരും ആ പിള്ളേർ പറഞ്ഞ കാര്യം തന്നെയാണ് ഇപ്പോൾ എല്ലാവരുടെ ഒരു പൊതുധാരണ. ഇങ്ങനെയാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. റിവ്യൂ പറയുന്നവരും സിനിമയുടെ ഒപ്പീനിയൻ പറയുന്നവരെല്ലാവരും തന്നെ പൈസ വാങ്ങിച്ചിട്ടാണ്, അതും സിനിമാക്കാരുടെ കയ്യിൽ നിന്ന് തന്നെ പൈസ വാങ്ങിച്ചിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത്. ഇനി പൈസ കിട്ടാത്തപ്പോഴാണ് നമ്മൾ ഈ നെഗറ്റീവ് റിവ്യൂ പറയുന്നത് എന്നാണ് എല്ലാവരും ഇങ്ങനെ വിചാരിച്ച് വെച്ചിരിക്കുന്നത്. അത് കംപ്ലീറ്റ്ലി തെറ്റായ ഒരു ധാരണയാണ്. ഇവർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഉത്തരമാണ് ഒറ്റ വീഡിയോ ആയിട്ട് അശ്വിൻ ഗോക്ക് ഇന്നിട്ടത്. ഒരു പെർഫെക്റ്റ് ആൻസർ തന്നെയാണെന്ന് പറയാം. കാരണം നമ്മളൊരു ഒരു ഒരു പരിധി വിട്ടു പോകില്ല ഒരാളുടെ. നമ്മളിങ്ങനെ പറഞ്ഞ് കേട്ടിട്ട് നമ്മൾ ചെയ്യാത്തൊരു കാര്യം നമ്മൾ ചെയ്തു എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നൊരു സെറ്റപ്പ് ഉണ്ടല്ലോ, ആ ഒരു മൊമെൻറ്റിലാണ് മൂപ്പർ ആ വീഡിയോ ഇട്ടിട്ടുള്ളത്. ഇന്നലെ വന്നിട്ട് നമ്മുടെ അറിയാലോ ഇഷ്യൂസൊക്കെ നമ്മുടെ മാധവ് സുരേഷും മറ്റേ അങ്കമട്ടഹാസം അങ്ങനെ ഒരു പടം ഇറങ്ങേണ്ടത് തന്നെ ഇവർ ഇതേപോലെ എന്തോ ഒരു കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടാകുമ്പോഴാണ് കുറേ പേരൊക്കെ അറിയുന്നത് തന്നെ. ആ ഒരു പടത്തിന് നെഗറ്റീവ് പറയണമെങ്കിൽ പൈസ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവർ പൈസ ചോദിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അത് 1 ലക്ഷമൊക്കെ. ചങ്ങായിക്ക് കോസ്റ്റ്യൂം മാറ്റണമെങ്കിൽ ഒരു പടത്തിന് 1 ലക്ഷം വേണം. അപ്പോഴാണ് 1 ലക്ഷം. കുറച്ച് ഈ പറഞ്ഞ പോലെ കുറച്ചൊന്ന് കൂട്ടി പറയായിരുന്നു. ഒരാൾക്ക് ഒരു വില ഇട്ടതാണ് 1 ലക്ഷം. പക്ഷെ നല്ല കണക്കിന് കൊടുത്തിട്ടുണ്ട്. നല്ല കണക്കിന് എന്ന് പറഞ്ഞാൽ അണ്ണാക്കി കൊടുത്തു. അങ്ങനെ തന്നെ വേണം എന്നേ പറയാനുള്ളത്. എനിക്ക് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി എനിക്ക് പറയാനുള്ളത് ആരാണ് അശ്വിൻ ഗോക്ക് എന്നുള്ളതാണ്. ആ ഒരു കാര്യം മനസ്സിലാക്കി അതൊന്ന് ചിന്തിച്ചാൽ നമുക്ക് ഈ കാര്യം, ഞാൻ മൂപ്പരുടെ ബയോഗ്രഫി പറയാനല്ല വന്നത്. അശ്വിൻ ഗോക്ക് എന്ന് പറയുന്നത് ഒരു കോമൺ മാനാണ്, ഒരു സാധാരണക്കാരൻ. ഒരാൾ ഒരു ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച സ്വന്തം പൈസ മുടക്കി തിയേറ്ററിൽ പോയി സിനിമ കണ്ട് തിരിച്ച് വീട്ടിൽ വന്ന് 4 ആളോട് അഭിപ്രായം പറയുന്ന ഒരു സാധാരണക്കാരൻ. അല്ലാതെ ഈ അമ്മയുടെ ഫെഡറേഷനിലുള്ളതോ അല്ലെങ്കിൽ ഫിലിം ചേംബർ അസോസിയേഷനിൽ ഡിപ്ലോമ ഇൻ ഫിലിം റിവ്യൂ അല്ലെങ്കിൽ ഫിലിം ക്രിട്ടിക്സ് ഒക്കെ എടുത്ത ഒരു സർട്ടിഫൈഡ് ക്രിട്ടിക്കോ ഒന്നുമല്ല. ഞങ്ങൾക്ക് ആർക്കും സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല. ഞങ്ങൾ നിങ്ങളെപ്പോലെ ഒരു സാധാരണക്കാരൻ തന്നെയാണ്. ഇന്നൊരു അശ്വിൻ ഗോക്കിന് നിങ്ങൾ എല്ലാവരും കൂടി ചവിട്ടി കൂട്ടി സൈഡാക്കിയാൽ നാളെ വേറൊരു കോക്ക് വരില്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്. ഒരു കോമൺ മാന് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിൽ എപ്പോഴും ഉണ്ട്. അത് ഉള്ളിടത്തോളം കാലം ഇതേപോലെ പുതിയ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും. ആൻഡ് ഇങ്ങനെ ഈ ഒപ്പീനിയൻ പറയാനുള്ളൊരു സ്പേസ് നമുക്കിതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് വരുന്നത്. സോ അതിനോട് അഡാപ്റ്റ് ആവാൻ ഫിലിം മേക്കേഴ്സാണ് ശ്രമിക്കുന്നത്. അല്ലാതെ ഇത് അഭിപ്രായം പറയാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നിട്ടൊരു കാര്യമില്ല. കാരണം ഒരു 10 കൊല്ലം മുമ്പ് പുറത്തിറങ്ങിയ പല സിനിമകളും നമ്മൾ കണ്ടിട്ട് മിണ്ടാണ്ട് പൊത്തിയിട്ട് പോയിട്ടുണ്ട്. എത്ര മണ്ടപ്പടാണെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയി, നമുക്ക് വേറൊന്നും ചെയ്യാനില്ല. അങ്ങനെ എത്ര പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ്. അന്നൊന്നും ഫ്ലോപ്പുകളും അന്നൊന്നും മലയാള സിനിമയിൽ പടങ്ങളൊന്നും ഇതുവരെ വന്നിട്ടേ ഇല്ല. ഇപ്പം മാത്രമാണ് മലയാള സിനിമയുടെ ശാപം. അതായത് നല്ലതാണെങ്കിൽ നല്ലത്, മോശമാണെങ്കിൽ മോശം എന്ന് പറയുന്നതിൽ മോശം പറയുമ്പോൾ മാത്രമാണ് മലയാള സിനിമയ്ക്ക് ശാപം. അവർ സിംപ്ലി ഇവർക്ക് ആ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പ്രൊഡ്യൂസറുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് ഇതുപോലെ ബാക്കിയുള്ള പേർക്ക് പഴിയിടുന്നത്. ആക്ച്വലി എല്ലാവരും ഈ സിനിമയ്ക്ക് പോകുന്നത് നമ്മളൊരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. നമുക്ക് സിനിമ എന്നുള്ളത് ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. ഇത് എടുക്കുന്നവർക്ക് ഒരു ബിസിനസ് ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഒരു ജോലി ആയിരിക്കാം. പക്ഷേ സിനിമ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത്, ഒരു സാധനം നിങ്ങൾ വിളമ്പുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ്, അവർക്കൊന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ ഒരു സാധാരണക്കാരനായി ഞാൻ ഇപ്പോൾ എൻ്റെ ജോലികളെല്ലാം മാറ്റി വെച്ച് അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് നേരം റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു 2-2.5 മണിക്കൂർ സമാധാനത്തിൽ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിയേറ്ററിലേക്ക് പോകുന്നത്. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ആ ദിവസത്തിൽ അനുഭവിച്ച ടോർച്ചറുകളുടെ 10 മടങ്ങാണ് നമുക്ക് ആ ഒരു 2.5 മണിക്കൂറിൽ നമ്മൾ പൈസയും കൊടുത്തിട്ട് കിട്ടുന്നതെങ്കിലോ അത് നമുക്ക് ഒന്ന് എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് ഈ പറയുന്ന യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റയൊക്കെ. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ എന്ന് പറയാം. നമ്മളിപ്പോൾ എല്ലാ കാര്യത്തിലും നമ്മൾ അഭിപ്രായം പറയുന്നു. അതേപോലെ നമ്മൾ അനുഭവിച്ച ആ ഒരു മെൻ്റൽ ടോർച്ചർ നമുക്ക് നെഗറ്റീവായിട്ടെങ്കിൽ നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടെങ്കിൽ നല്ല പടമാണെങ്കിൽ നമ്മൾ നല്ല പടം എന്ന് പറയും. ഇത് പറയുന്നതിൽ എന്താണ് പ്രശ്നം? ഇത് പ്രശ്നമാണെന്ന് പറയുന്നവർക്കും അറിയില്ല, കേൾക്കണവർക്കും ഒരു പിടുത്തമില്ല. ശരിക്കും ഈ സിനിഫൈൽസ് എന്നൊക്കെ പറയാൻ നമുക്ക് ഈ ആൽക്കഹോളോ ഡ്രഗ്സോ അല്ലെങ്കിൽ പെണ്ണോ ഒന്നും അല്ല നമുക്കൊരു ലഹരി തരുന്നത്, സിനിമയാണ്. അങ്ങനെയുള്ള കുറേ പേരുണ്ട്. അത് പറയുമ്പോൾ കുറേ പേർക്ക് ഇതെന്താ ക്രിഞ്ചാണ് ഈ പറയുന്നതൊക്കെ തോന്നും. പക്ഷേ അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. സിനിമയിൽ നിന്ന് കിട്ടും. സിനിമയും സീരീസുകളൊക്കെ കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം വേറെ ഒന്നിലും കിട്ടില്ല. അത് ഒരു സെപ്പറേറ്റ് കാറ്റഗറിയാണ്. ഇത് നമുക്കറിയാം, സിനിമയെ കാണാത്ത എത്രയോ പേരുണ്ട്. ഈ ലോകത്തുള്ള എല്ലാവരും സിനിമ കണ്ട് നടക്കുകയാണെന്നൊരു പരിപാടിയില്ല. ഇപ്പോൾ കേരളത്തിൽ തന്നെ എത്രയോ കോടി ജനങ്ങളുണ്ടെങ്കിലും അതിലൊരു വലിയ വിഭാഗം ആ സിനിമയെ കാണില്ല. കുറച്ച് ആൾക്കാർ മാത്രമേ ഈ പരിപാടിക്ക് സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുള്ളൂ. ഇപ്പോൾ സ്ഥിരമായിട്ട് സീരിയൽ കാണുന്നവർ കുറേ പേരുണ്ടാവും. വീട്ടിൽ നമ്മുടെ വീട്ടമ്മമാരും അമ്മൂമ്മമാരും ഒക്കെ തന്നെ ഇങ്ങനെ സ്ഥിരമായിട്ട് സീരിയൽ കാണുന്നവരുണ്ടാവും. പക്ഷെ അതേ സമയത്ത് നമ്മളത് കാണുമെന്ന് ചോദിച്ചാൽ ഇല്ല. ഏത് അതേപോലെ തന്നെ ഈ സിനിമ കാണുന്നവർ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളൂ. ഇപ്പോൾ ഞാനൊക്കെ ഒരു സിനിമയ്ക്ക് പോകുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് എൻജോയ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഒരു സിനിമ നന്നാവുമ്പോൾ എൻ്റെ ആ ഒരു മൂഡേ മുഴുവൻ മാറും. ഞാനിപ്പോൾ ചില പടങ്ങൾക്കൊക്കെ ഫാൻ ഷോയ്ക്കൊക്കെ പോകാറുണ്ട്. നമ്മൾ രാവിലെ നമ്മളൊരു 7 മണിക്ക് 8 മണിക്ക് 4 മണിക്കൊക്കെ ഈ സിനിമ കണ്ടിട്ട് നമ്മൾ ഹൈ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ആ ഒരു ടോട്ടൽ ഡേ, ഈവൻ ഒരു ദിവസം ചിലപ്പോൾ 1-2 ദിവസം നമുക്കൊരു
ഒരു റിഫ്രഷ്മെൻ്റ് ആയിരിക്കും പറയും. സത്യം പറഞ്ഞാൽ എന്തൊരു രസമായിരിക്കും എന്ന് പറയാം. ആ ദിവസം തന്നെ ഒരു പടം, നമുക്ക് ഇഷ്ടപ്പെട്ടൊരു പടം അത് പ്രോപ്പറായിട്ട് വന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെയൊക്കെ വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സന്തോഷം എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയാണ്. ഇതേപോലെ തിരിച്ചും കിട്ടും. നമ്മൾ അത്രയും എക്സ്പെക്റ്റ് ചെയ്ത് നമ്മളൊരു പ്രതീക്ഷയിൽ പോയി, അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത പൈസയ്ക്ക് പോലും നിലവാരമില്ലാതെ വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു ദിവസം മുഴുവൻ പോവുകയും ചെയ്യും. വേറെ എന്ത് ചെയ്താലും അന്നത്തെ മൂഡ് പോയി എന്ന് പറയില്ല ആ ഒരു സംഭവം. ഇങ്ങനെ നടക്കുന്ന, അതായത് തിയേറ്ററിൽ കൈയടിക്കാൻ വരുന്നവരുടെ കരണത്തടിക്കുന്ന പരിപാടിയാണ് നിങ്ങളിപ്പോൾ ഇപ്പോൾ ചെയ്യണതും ഇപ്പോൾ ഈ പറയുന്നതും. അതുപോലെ ബാക്കി ഈ കാണാൻ വരുന്നവരുടെ പ്രശ്നമാണ്. അതായത് വെടിക്കെട്ട് നടത്തിയവനും പൊട്ടിച്ചവനുമല്ല, കണ്ടു നിന്നവനാണ് പ്രശ്നം എന്ന് പറയില്ലേ. ലിറ്ററലി അതന്നെ. ഇത് ഇത്രയും ദൂരം ചിലപ്പോൾ ട്രാവൽ ചെയ്ത് പൈസയും കൊടുത്ത് സമയം മാറ്റി വെച്ച് എല്ലാം പോട്ടെ, പൈസ കൊടുത്തിട്ട് അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ഈ പൈസ കൊടുത്ത് മറ്റേ കടിക്കണ പട്ടീനെ വാങ്ങുമെന്ന് പറയില്ലേ, ആ പരിപാടിയാണ്. നമ്മൾ ഇത്രയും ചെയ്തിട്ട് ഒരു ആ കണ്ട സാധനത്തിനെ പറ്റിയൊരു അഭിപ്രായം പറഞ്ഞാൽ അത് ലോകത്തെ ഏറ്റവും വലിയ തെറ്റാണെന്ന് പറയുന്നതിൽ ഒരു അടിസ്ഥാനമില്ല. എൻ്റെ ഈ പറയുന്ന അഭിപ്രായങ്ങൾ മാറി മറിഞ്ഞൊക്കെ വരാറുണ്ട്. നമ്മളിപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ പാട്രിയോട്ട് എന്ന പടം, അതിപ്പോൾ എടുത്തു പറയേണ്ട ഒരു ഉദാഹരണം തന്നെയാണ്. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉദാഹരണം തന്നെയാണ്. മോഹൻലാൽ മമ്മൂട്ടി, ബിഗ്ഗംസായ മോഹൻലാൽ മമ്മൂട്ടി, ഇപ്പോൾ തമിഴ്നാട്ടിൽ എങ്ങനെയുള്ള ഒരു രജനി കമൽ പടം ഇപ്പോൾ വരുന്നുണ്ട് റീസെൻ്റ്ലി. അതേപോലെ തന്നെയുള്ള ഈ ബിഗ്ഗംസിൻ്റെ ഒരു പടം, അത് കഴിഞ്ഞത് ഇത് എത്രയോ കൊല്ലം മുമ്പാണ് നമ്മളൊരു പടം കണ്ടത്. അത് കഴിഞ്ഞിട്ട് അത്രയും എക്സ്പെക്ടേഷനിൽ വരുന്നൊരു പടം. ആ പടത്തിന് മിക്സഡ് അഭിപ്രായങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്, നല്ലതുണ്ടായിരുന്നു, മോശമുണ്ടായിരുന്നു. പക്ഷേ ഇത്ര വലിയ സ്റ്റാർ വാല്യൂ ഉണ്ടായിട്ടും ആ പടത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നമ്മൾ കണ്ടതാണ്. ആ പടം ഈ കോടിക്കണക്കിനാണല്ലോ നമ്മൾ പറയുക, 50 കോടി 100 കോടി എന്നൊക്കെ പറഞ്ഞാൽ എന്തുകൊണ്ട് ആ ഒരു പടം ആ ഒരു ബാറിലേക്കൊന്നും എത്തിയില്ല. അതേപോലെ തന്നെ ആ റീസെൻ്റ്ലി ആ ഒരു ടൈമിൽ തന്നെ ഇറങ്ങിയ വാഴ 2 ഒക്കെ ഇൻഡസ്ട്രി ഹിറ്റുമായി. നേരെ തിരിച്ചായിരുന്നു ആക്ച്വലി നടക്കേണ്ടിയിരുന്നത്. ഇത് മാത്രമല്ല, ഇപ്പോൾ റീസെൻ്റ്ലി പുറത്തിറങ്ങുന്ന കറുപ്പും, അതിപ്പോൾ കേരളത്തിൽ ആർക്കും ഈ പടം പറ്റിയിട്ടില്ല. തമിഴ്നാട്ടിൽ നല്ല സക്സസ് ആണ് ആ പടം. പിന്നെ ഇതേപോലെ തന്നെ ദൃശ്യം 3 2 ഒപ്പീനിയൻ ഉണ്ട് ആ പടത്തിന്. പക്ഷേ ആ പടത്തിൻ്റെ എങ്ങോട്ടും താഴോട്ടല്ല, ആ പടം ഇങ്ങനെ കയറി പോകണേ ഉള്ളൂ നമ്മൾ കണ്ടത്. സോ ഇതേപോലെ തന്നെ അൾട്ടിമേറ്റ്ലി പടം നല്ലതാണെങ്കിൽ പടം ഓടും, ഇല്ലെങ്കിൽ അത് പോവും. അതിപ്പോൾ നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിപ്പോൾ മലയാള സിനിമയിൽ മാത്രമല്ല, എല്ലായിടത്തും. ഇപ്പോൾ റീസെൻ്റ്ലി ഹോളിവുഡിൽ ഡെസേർട്ട് വാരിയർ എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആന്റണി മെക്കയുടെ ഒരു പടമാണ്. നമ്മുടെ പുതിയ ക്യാപ്റ്റൻ അമേരിക്ക ആ ചങ്ങായി, പിന്നെ നമ്മുടെ ബെൻ കിങ്സ്ലിയും, അങ്ങനത്തെ കുറേ പേരുണ്ട്. 1400 കോടി രൂപയ്ക്കാണ് ആ പടം എടുത്തിട്ടുള്ളത്. ഇന്ത്യൻ റുപ്പീസ് 1400 കോടി. ആ പടത്തിന് എത്ര കളക്ട് ചെയ്തെന്ന് അറിയോ? 6 കോടി. ഒരു 6 കോടിയാണ് ആ ഒരു പടം കളക്ട് ചെയ്തത്. ആൻഡ് എവിടെയും പക്ഷെ നമ്മൾ അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് വന്നിരുന്നിട്ട് റിവ്യൂ പറഞ്ഞത് കൊണ്ടാണ് ഈ പടം പൊട്ടിയെന്ന് എവിടെയും കേട്ടിട്ടില്ല. ഈ സ്കീം, ഈ സെറ്റപ്പ് ഈ മലയാള സിനിമയിൽ മാത്രം എടുത്ത് കാണാനുള്ളൂ. ഞാൻ നോക്കിയിട്ട് തമിഴിലും ഹിന്ദിയിലും ഒന്നും ഈ പരിപാടി ഇല്ല. അവർ ചിലപ്പോൾ വർഷങ്ങൾ കൂടുമ്പോഴൊക്കെ ആയിരിക്കും ഇതുപോലെ ഓരോ പ്രശ്നങ്ങളൊക്കെ പൊങ്ങി വരിക. വല്ല യൂട്യൂബിൽ കുറേ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. പക്ഷേ സ്ഥിരമായിട്ട് ഈ പരിപാടി ചെയ്യുന്നത് ഈ ഊള പ്രൊഡ്യൂസർമാരാണ് മലയാളത്തിലുള്ളത്. നമ്മൾ മലയാള സിനിമ ഇങ്ങനെ ഹൈയിലേക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഹൈയിലേക്ക് പോകണമെങ്കിൽ ഇത് നന്നാക്കണ്ടേ? ഈ നന്നാക്കേണ്ടത് ഓഡിയൻസിൻ്റെ ആവശ്യം കൂടിയാണ്. നമ്മൾ നല്ലതല്ല എന്ന് പറയുമ്പോഴാണ് ഒരു സാധനം അവർ നന്നാക്കിയിട്ട് അടുത്ത വട്ടം ചെയ്യുക. ഉദാഹരണത്തിന് ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കിയ എൻ്റെ അമ്മ ഉപ്പില്ലാത്തൊരു ഉപ്പുമാവ്, ഞാനത് നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നാളെ അമ്മ അതല്ലേ തരുള്ളൂ. ഞാനത് മാറ്റിയിട്ട് എൻ്റെ അമ്മ അതിൽ ഉപ്പില്ല, നാളെ ഉണ്ടാക്കുമ്പോൾ മാറ്റിയിട്ട് കുറച്ചും കൂടി ഉപ്പിട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ നാളെ എനിക്ക് നല്ല സാധനം കിട്ടും. ഇതേപോലെ ഞാൻ ഇന്ന് നെഗറ്റീവ് പറഞ്ഞത് ഒരുപക്ഷെ നാളെ അത് നന്നാക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലാതെ തളർന്നങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടൊന്നും. ഇപ്പോൾ അവരനുഭവിക്കുന്ന മെൻ്റൽ സ്ട്രെസ്സ്, ഇത്ര കോടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ സിനിമയ്ക്ക് ഇത്ര ഗ്യാപ്പ് വരണം, ഇത്ര ഗ്യാപ്പ് എടുത്തിട്ട് റിവ്യൂ ചെയ്താൽ മതി, ഒരാഴ്ച ഗ്യാപ്പ് കൊടുക്കണം, ഒരു ബ്രീത്തിങ് സ്പേസ് കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഊള പടങ്ങൾ തിയേറ്ററിൽ ഇറക്കിയിട്ട് ഈ 7 ദിവസം എന്നൊക്കെ പറയുന്നില്ലേ, ഈ 7 ദിവസവും ഇതൊന്നും അറിയാത്ത പാവപ്പെട്ട, ജസ്റ്റ് ഞാനിപ്പോൾ പറഞ്ഞ പോലെ ചിലപ്പോൾ ബസ് കാശ് പോലും ഇല്ലാതെ കഷ്ടപ്പെട്ട് കൂട്ടി വെച്ച പൈസയൊക്കെ മുടക്കിയിട്ടായിരിക്കും തിയേറ്ററിൽ ഈ സിനിമ കാണാൻ ആൾക്കാർ പോകുന്നുണ്ടാവുക. അവരെ സത്യം പറഞ്ഞാൽ പറ്റിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ ബ്രീത്തിങ് സ്പേസും 7 ദിവസം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവർ കണ്ട് പൈസ കളഞ്ഞാൽ കുഴപ്പമില്ല, അവരുടെ പൈസ ഒരു പ്രശ്നമില്ല, പ്രൊഡ്യൂസർക്ക് പൈസ കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഏത് ചട്ടത്തരത്തിലേക്കും എത്ര തരം താഴ്ന്ന പരിപാടിയിലേക്ക് വേണമെങ്കിലും പോകാം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞു കൂട്ടുന്നത്. അത് പറയുമ്പോൾ തന്നെ ഒരു പടം ഹിറ്റാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പുറകിലുള്ള ആൾക്കാർ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ, നമുക്ക് ഒരു പടം അതിന് മുമ്പ് പ്രൊമോഷൻസ് ഉണ്ട്, പ്രീ പ്രൊമോഷൻസും പോസ്റ്റ് പ്രൊമോഷൻസും. ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ ബുക്ക് മൈ ഷോയിൽ സ്കാം കുറേ കാണാറുണ്ട്. ഫുള്ള് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ ചെല്ലുമ്പോൾ ഒരു മനുഷ്യനുണ്ടാവില്ല, ഫ്രീ ടിക്കറ്റുകൾ കൊടുക്കാറുണ്ട്. അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് PR വർക്കുകൾ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ ചാകര പല ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് ഇങ്ങനെ ചറ പറ എന്ന് പറഞ്ഞു. ദെൻ ഇൻസ്റ്റ അക്കൗണ്ടുകളിൽ പോസ്റ്റുകൾ. ഈവൻ സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമ്മളറിയാം സോഷ്യൽ മീഡിയ പാർട്ട്നേഴ്സ്
മറ്റേ പ്രൊമോഷൻ പാർട്ട്നേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ആ കാണുന്ന ട്രോൾ പേജുകളിലൊക്കെ തന്നെ ചറപറ ഈ പടം അങ്ങനെ ഈ പടം ഇങ്ങനെ ഗംഭീരം എന്നൊക്കെ പറഞ്ഞ് അവർ തന്നെ അടിച്ചിറക്കുന്ന സിനിമ ഈവൻ റിലീസാവുന്നതിന് മുമ്പ് തന്നെ അടിച്ചു വെച്ചിട്ടുള്ള കുറേ പോസ്റ്റേഴ്സൊക്കെ ലീക്ക് ആവുന്നൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതെല്ലാം തന്നെ സിനിമാക്കാർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊന്നും ഒരു പ്രശ്നമില്ല. നമ്മളൊരു സാധനം ജെന്യുവനായിട്ട് പറയും മാത്രമാണ് പ്രശ്നം. ആൻഡ് ടാർഗറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണിത്. അതായത് ഒരാളുടെ ഐഡൻറ്റിറ്റിയെ, ഒരാളുടെ ആ ഒരു വ്യക്തിത്വത്തെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ഈ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഇപ്പോൾ അശ്വിൻ ഗോക്കിനും ബാക്കി ഇതുപോലെ ഇങ്ങനെ മാത്രമല്ല കുറേ അനുഭവിച്ചിട്ടുള്ള കുറേ പേരുണ്ട്. ഈവൻ കോക്കിൻ്റെ ജോലി അടക്കം നമുക്കറിയാവുന്നതായിരുന്നില്ല. ഈ ഒരു കാരണം കുറേ വിഷയങ്ങൾ മൂപ്പരുടെ ജോലിയും തന്നെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ നമ്മുടെ ഉണ്ണി ബ്രോ, മറ്റേ ഉണ്ണി ബ്ലോഗ് സിനി ഫയൽ എന്ന് പറഞ്ഞ ചാനൽ, മൂപ്പർക്കും പേഴ്സണലി ഈ ഒരു റിവ്യൂ പറഞ്ഞതിൻ്റെ പേരിൽ മൂപ്പർക്ക് ജോലി പോയ വിഷയങ്ങളൊക്കെ നിങ്ങൾക്കും അറിയാം. സോ ഇങ്ങനെ കുറച്ച് പേരെ ടാർഗറ്റ് ചെയ്ത് അങ്ങോട്ട് ഇല്ലാണ്ടാക്കിയാൽ പിന്നെ അങ്ങോട്ട് അവരുടെ പടങ്ങൾ ഓടിക്കാമെന്ന് പറഞ്ഞാണ് ഒരു പർട്ടിക്കുലർ മാഫിയ തന്നെയാണ് ഈ മലയാള സിനിമയുടെ പുറകിൽ. പക്ഷേ ഇതുവരെ കുറേ പേർക്ക് കുറച്ചെങ്കിലും വിവരമുള്ളവർക്ക് അറിയാം ഇപ്പോൾ ഈ ഇത്രയും റീച്ചുള്ള, ഇത്രയും ഓഡിയൻസ് ഉള്ള, ഇത്രയും വ്യൂ വരുന്ന ചാനൽസിലൊക്കെ തന്നെ അവരുടെ ആ ഒരു ജെന്യൂനിറ്റി ഒന്നുകൊണ്ട് മാത്രമാണ് അവർ പിടിച്ചു നിൽക്കുന്നത്. അല്ലാണ്ട് വെറുതെ വഴി പോയ ഒരാൾ വെറുതെ പോസിറ്റീവ് പറഞ്ഞോ നെഗറ്റീവ് പറഞ്ഞോ അല്ലെങ്കിൽ തിയേറ്ററിൻ്റെ പുറത്തു നിന്ന് പറയുന്നൊരു പരിപാടിയല്ല. വർഷങ്ങളായിട്ട് അവരെ വിശ്വസിച്ച് അവരുമായിട്ടൊരു ബോണ്ട് വരും. ഇപ്പോൾ എൻ്റെ റിവ്യൂ ആയിട്ട് അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഒപ്പീനിയനായിട്ട് ചേർന്ന് പോകാത്തവർ നാളെ എൻ്റെ കാണില്ല, അവർ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകും. കാണുന്നവർ മാത്രമാണ് സ്ഥിരം കാണുക. അപ്പോൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പടം കുഴപ്പമില്ല, അങ്ങനെ പറഞ്ഞ് ശരിയായിരുന്നു എന്ന് പറഞ്ഞ് അവർക്ക് തോന്നുമ്പോൾ മാത്രമാണ് ഈ റീച്ച്. അതേപോലെ ജനറൽ ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ, ഒരു പബ്ലിക് ഒപ്പീനിയൻ, അല്ലെങ്കിൽ ഒരു പബ്ലിക്കിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് കോക്ക് വന്ന് വീഡിയോ ഇടുന്നത്. പക്ഷെ ഇപ്പം എന്താ നടക്കുന്നത് വെച്ചാൽ ഈ ടാർഗറ്റ് ചെയ്ത് അങ്ങനെയുള്ള ആ ഒരു ഐഡൻറ്റിറ്റി തന്നെ നശിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ അതിരടിക്കൊക്കെ എൻ്റെ പേഴ്സണലായിട്ട് എന്നെ അറിയാവുന്ന ഫ്രണ്ട്സിനടക്കം ചിലവരൊക്കെ എന്നോട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, എടാ ഈ പടത്തിന് എല്ലാവർക്കും കിട്ടിയെന്ന് പറയുന്നുണ്ടായിരുന്നു, നിനക്ക് എത്ര കിട്ടി, നിനക്കും കിട്ടിയില്ല എന്നൊക്കെ. അത് ഈ പറഞ്ഞ പോലെ ഈ സാധനം ഇങ്ങനെ കേട്ട് ഒരു സാധാരണക്കാരനാകുമ്പോൾ ഒരേ സാധനം ഇങ്ങനെ കേട്ട് അവസാനം നമ്മൾ വിശ്വസിക്കുമല്ലോ. ആ ഒരു സ്കീമിലേക്കാണ് ഇപ്പോൾ ഈ പോക്ക്. ആൻഡ് ഈ ചെയ്ത് കൂട്ടുന്ന ഫിലിം മേക്കേഴ്സിനോട് എനിക്കൊരു ഒറ്റ കാര്യം പറയാനുള്ളൂ, ക്രിറ്റിസിസം അത് ഏറ്റെടുക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഈ പരിപാടിക്ക് നിൽക്കണം. അത് എല്ലാ ഫീൽഡിലും ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു ടെക് ഫീൽഡിലാണോ, ഒരു ഫോൺ ഇറങ്ങിയോ, ഒരു ലാപ്പ് ഇറങ്ങിയോ, നമ്മൾ അതിനെ പറ്റിയൊരു അഭിപ്രായം പറയുള്ളൂ. മോശമാണെങ്കിൽ മോശം, നല്ലതാണെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ ഫുഡിൻ്റെ കാര്യം എല്ലാത്തിലും ഉണ്ട്. സിനിമയ്ക്ക് മാത്രം എന്തുകൊണ്ട് അഭിപ്രായം വിലക്കുന്നു എന്നുള്ളത് ഒരു വലിയ ഒരു ചോദ്യം തന്നെയാണ്. അതൊന്ന് ആലോചിച്ച് നോക്കിയാൽ എല്ലാവർക്കും മനസ്സിലാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് പറയുമ്പോൾ മറ്റേ പ്ലക്കാർഡ് കൊണ്ട് പൊക്കിയിട്ട് വരും എല്ലാവരും. സിനിമ ഒരു ആർട്ടാണ്, അതിനെ എങ്ങനെ ആക്കാൻ പാടില്ല, നമ്മളിപ്പോൾ ഫുഡായിട്ടോ നമ്മളിപ്പോൾ ഒരു ഗാഡ്ജറ്റായിട്ടൊക്കെ ഒന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ. പക്ഷെ അവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, സിനിമ ആർട്ടാണെങ്കിൽ ക്രിറ്റിസിസം ആ ആർട്ടിൻ്റെ ഒരു പാർട്ടാണ്. ആൻഡ് അങ്ങനെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം ഉള്ളത് കൊണ്ടാണ് ഇപ്പോഴും മോളിവുഡ് അവിടെ ബോളിവുഡ് താഴെ നിൽക്കുന്നത്. നമ്മുടെ ഇവിടെ നിന്നാണ് പടങ്ങളെടുത്ത് അവർ അങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്നത്. കാരണം ക്രിയേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റുകൾ നമ്മളിവിടെ ഇറങ്ങുള്ള കാരണം നമ്മൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഓഡിയൻസ് ഉണ്ട്, ക്രിയേറ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം ഉണ്ട്. ഈവൻ ഫഹദ് ഫാസിൽ പണ്ട് അഭിനയിച്ചത് നന്നായിട്ടുണ്ട് എന്ന് നമ്മൾ അന്ന് നാട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇന്ന് കാണുന്ന ഫാഫിനെ നമുക്ക് കിട്ടൂല. അന്ന് മോശം എന്ന് പറഞ്ഞത് കൊണ്ട് മൂപ്പര് നന്നാക്കി ഫ്രഷാക്കി സെറ്റപ്പ് ആക്കി മൂപ്പരുടെ ആ ഒരു കഴിവ് കൊണ്ട് വന്നാണ് നമ്മളിപ്പോൾ കണ്ടത്. അതിപ്പോൾ സിനിമ ഫീൽഡ് മാത്രമല്ല, ഇപ്പോൾ ഈവൻ പൊളിറ്റിക്സിൽ എല്ലാം ഓക്കെ ആണെങ്കിൽ ഒരു സൈഡ് മാത്രം കേട്ടാൽ മതി. പിന്നെ എന്തിനാണ് ഒപ്പോസിഷൻ പാർട്ടി, എന്തിനാണ് ഭരണപക്ഷം വേറെ പ്രതിപക്ഷം വേറെ ആയിട്ട് സെപ്പറേറ്റ് നിൽക്കുന്നത്? ഭരണപക്ഷം മാത്രം പോലെ നമുക്ക് രാജഭരണം പോലെ ആ ഒരു സെറ്റപ്പ് ഒരു സൈഡ് മാത്രം കേട്ടാൽ പോരെ, എല്ലാം ഓക്കെ ആണല്ലോ, മറ്റേ സൈഡ് കേൾക്കണ്ടല്ലോ. നമ്മൾ ഈ ടി വി എന്ന് പറയില്ലേ, ഇങ്ങോട്ട് മാത്രം വരും അങ്ങോട്ട് തിരിച്ചൊന്നും പറയാൻ പറ്റില്ല. ഇതേപോലെ നമ്മൾ പണ്ട് മുതൽ ഈ സിനിമകൾ നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം നമ്മൾ ചിലപ്പോൾ ഒരു 5-10 പേരുടെ അടുത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു സാധനമായിരുന്നു. അതിപ്പോൾ പബ്ലിക്കായിട്ട് എല്ലാവരിലേക്ക് എത്തുന്നു എന്നതാണ് ഒരു വലിയ ത്രെട്ടായിട്ട് ഇവർ കാണുന്നത്. ആ ത്രെട്ടിനെ മറികടക്കേണ്ടത് നല്ല സിനിമ എടുത്തിട്ടാണ്. അല്ലാതെ അതിന് പഴി പറയുന്ന അല്ലെങ്കിൽ അതിന് കുറ്റം പറയുന്ന അല്ലെങ്കിൽ സിനിമ മോശമാണെന്ന് പറയുന്നവരുടെ തലയിൽ അവർ കാരണമാണ് ആ സിനിമ മോശമായതെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ അശ്വിൻ ഗോക്കിനെ ടാർഗറ്റ് ചെയ്തൊരു പരിപാടി എല്ലാവരും ജനറലായിട്ട് എടുത്തിട്ടുണ്ട്. മറ്റേ എല്ലാവർക്കും കയറി അങ്ങോട്ട് കൊട്ടാൻ പറ്റുന്നൊരു ചെണ്ട എന്ന് പറയില്ലേ, ആ ഒരു സെറ്റപ്പ് ഒന്ന് ആലോചിക്കുക. മൂപ്പരുടെ ഒരു മൈൻഡ് സെറ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. മൂപ്പര് അനുഭവിക്കുന്ന സ്ട്രെസ് നേരെ തിരിച്ച് ആലോചിച്ച് നോക്കുക. നമ്മളിപ്പോൾ ചെയ്യാത്തൊരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും റാൻഡംലി എന്ന് പറയുമ്പോൾ, ഞാനിപ്പോൾ പറഞ്ഞ എൻ്റെയൊക്കെ വ്യൂസ് കാണുന്ന അല്ലെങ്കിൽ വീഡിയോസ് കാണുന്നവർ വളരെ ലിമിറ്റഡാണ്. എനിക്ക് പുറത്തിറങ്ങിയ സോഷ്യലി അത്ര കുറച്ച് ആൾക്കാർ മാത്രം കണ്ടാൽ മതി. മറ്റേത് ഈ ചങ്ങായിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. ഇതേപോലെ ആൾക്കാരിങ്ങനെ ഫേക്കായിട്ടുള്ള കാര്യങ്ങൾ അടിച്ചിറക്കിയിട്ട് ഒരാളെങ്ങനെ കംപ്ലീറ്റ്ലി ടാർഗറ്റ് ചെയ്ത് ഒതുക്കി അങ്ങോട്ട് ഇല്ലാതാക്കാൻ നോക്കുന്നൊരു പരിപാടിയാണ് ഒരു ഗ്രൂപ്പ് മുഴുവൻ ഒരുമിച്ച് അങ്ങോട്ട് ചെയ്യാൻ നോക്കുന്നത്. പക്ഷെ അവരോട് ഒറ്റ കാര്യം പറയാനുള്ളൂ, ഇന്നൊരു അശ്വിൻ ഗോക്ക് പോയാൽ, ഈ പരിപാടി നിർത്തിയിട്ട് പോയാൽ വേറൊരാളവിടെ വരും, റീപ്ലേസ്ഡ് ആവും. കാരണം ഇത് പറയുന്നൊരു കോമൺ മാനാണ്. ഇതൊരു യൂണിയനോ അല്ലെങ്കിൽ ഒരു സംഘടനയോ നടത്തുന്ന പരിപാടിയൊന്നുമല്ല. ഒരു സാധാരണക്കാരൻ
അവരുടെ അവകാശമാണ് ഈ വന്ന് എക്സ്പ്രസ് ചെയ്യുന്നത്. ഒരു സാധനം കണ്ടിട്ട് നല്ലതാണോ മോശമാണെന്ന് പറയുന്നത്, അത്ര ഉള്ള പരിപാടി. ജസ്റ്റ് ഒപ്പീനിയൻ ആ രീതിക്ക് കണ്ട് ഇതിനെ ഒരു ക്രിയേറ്റീവ് ക്രിറ്റിസിസം ആക്കി എടുത്ത് വെറുതെ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ വന്ന് പറഞ്ഞ് ഒരാളെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് ഇല്ലാതാക്കണ പരിപാടി നിർത്തിയിട്ട് നല്ല പടങ്ങൾ എടുക്കാൻ നോക്കുക, ക്രിയേറ്റീവ് ആയിട്ടുള്ള പടങ്ങൾ എടുക്കാൻ നോക്കുക, ആർട്ടിനെ ആർട്ടായിട്ട് കാണുക, ക്രിറ്റിസിസം അതിൻ്റെ ഒരു പാർട്ടായിട്ട് കാണുക. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം, ഞാൻ എല്ലാ വീഡിയോ നിർത്തുമ്പോഴും ഞാനെന്നല്ല എല്ലാവരും പറയാറുണ്ട്, നിങ്ങളുടെ അഭിപ്രായം ഇതൊക്കെ ഈ വീഡിയോ കേട്ടവരുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ ഈ കമൻറ്റ് ബോക്സ് എൻ്റെ അറിവിൽ ആരും ഓഫ് ചെയ്ത് വയ്ക്കാറില്ല, അതിൽ നിന്ന് ആരും ഡിലീറ്റ് ചെയ്തും കളയാറുമില്ല അനാവശ്യ കമൻറ്റുകളൊന്നും. ഈ കമൻറ്റ് ബോക്സ് എന്നുള്ളത് നമുക്ക് തന്നെ ഒന്ന് ഫിൽട്ടർ ചെയ്യാനാണ്. അപ്പോൾ നമ്മളൊരു ചെറിയ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ആ വീഡിയോയുടെ അഭിപ്രായം എന്താണെന്ന് കേട്ടിട്ട് നല്ലതാണോ മോശമാണോ കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടോ ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്തിയിട്ട് വേണം തൊട്ടടുത്ത് ചെയ്യാൻ. അതിന് വേണ്ടിയിട്ടാണ് ഈ കമൻറ്റ് ചെയ്യാൻ പറയുന്നത്. നമ്മളത് വായിച്ചു നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. ലിറ്ററലി ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്നവരുടെ ബോധം പോലും ഇത്രയും കോടി മുടക്കി പടങ്ങളെടുക്കുന്ന സിനിമാക്കാർക്കില്ല എന്ന് പറയുന്നത് ലജ്ജാവഹം.